നമസ്കാരം, ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ ആൻഡ് പ്രാക്ടീസിംഗ് പോഡിയാട്രിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം, പട്ടം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്ലാന്റാർ ഫേഷ്യായിറ്റിസ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. അതായത് നമ്മുടെ കുതികാലിലെ വേദന. അതിൽ ഏറ്റവും ലളിതമായ കാരണമാണ് ഈ പ്ലാന്റാർ ഫേഷ്യയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും സമ്മർദ്ദവും. നമ്മുടെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് കാലെടുത്ത് താഴെ വെക്കുമ്പോൾ ഉള്ളൊരു വേദന, നടന്നു കഴിയുമ്പോൾ ആ വേദന മാറുന്നു എന്നുള്ളൊരവസ്ഥയാണ് ഈ പ്ലാന്റാർ ഫേഷ്യായിറ്റിസ് എന്നുള്ള അസുഖത്തിന് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന സിംറ്റംസ്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുതികാലിലെ ഒരു കട്ടിയുള്ളൊരു ഫേഷ്യ അല്ലെങ്കിൽ ഒരു ചർമ്മമാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ആർച്ച് സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് റിപ്പീറ്റഡായിട്ട് വരുന്ന ഒരു സമ്മർദ്ദം കാരണം ആ ഒരു ഫേഷ്യയിൽ ഒരു നീർക്കെട്ടുണ്ടാവുകയും അത് റിപ്പീറ്റഡായിട്ട് ആ ഒരു സമ്മർദ്ദം വരുമ്പോഴത്തേക്ക് അതിൽ മൈക്രോ സ്ട്രെയിനിങ് വരികയും ചെയ്യുന്നതാണ് ഈ പ്ലാന്റാർ ഫേഷ്യായിറ്റിസിൻ്റെ കാരണം. ഇതുമൂലം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അതികഠിനമായ വേദന, കുറച്ചൊന്ന് നടന്നു കഴിയുമ്പോഴത്തേക്ക് ആ വേദന മാറുന്നു. പിന്നെ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തിരുന്നതിന് ശേഷം വീണ്ടും എണീക്കുമ്പോൾ ആ വേദന വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് സിംറ്റമായിട്ട് പറയാൻ പറ്റുന്നത്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാല് ഓവർ യൂസായിട്ട്, അതായത് ഒരു കട്ടിയുള്ള പ്രതലത്തിൽ ആർച്ച് സപ്പോർട്ട് ഇല്ലാത്ത നടക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പീറ്റഡായിട്ട് ഒരു പ്രഷർ വരുന്ന രീതിയിലുള്ള ഒരു ചെരുപ്പ് ഉപയോഗിക്കാതെ നമ്മൾ നടക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ ഒരു നീർക്കെട്ട് സാധാരണയായി കണ്ടുവരുന്നത്. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർത്തോട്ടിക് അല്ലെങ്കിൽ ഒരു ചെരുപ്പോ അല്ലെങ്കിൽ ഷൂസോ, കസ്റ്റമൈസ്ഡ് ഫുട്വെയറോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബേസിനകത്ത് ഇളം ചൂടുവെള്ളം, ഒരു ബേസിനകത്ത് ടാപ്പിൽ പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് ഈ രണ്ട് കാലും ഈ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് വെക്കുക. അങ്ങനെ നമുക്ക് അവിടുത്തെ ആ നീർക്കെട്ട് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊന്നും ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പോഡിയാട്രിസ്റ്റിനെ കാണുക. അപ്പോൾ ഇതേപോലെ ഒരു സിംറ്റം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നമുക്ക് SUT പട്ടമിൽ പോഡിയാട്രി സർവീസസ് ഉണ്ട്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം.